നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ഭൗതികശാസ്ത്ര ജാലകം എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിസിക്സ് ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതികശാസ്ത്രജ്ഞൻ. ഒപ്റ്റിക്സ് എന്ന പുസ്തകം രചിച്ച ഭൗതികശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഐസക് ന്യൂട്ടനാണ് ഒപ്റ്റിക് എന്ന പുസ്തകം രചിച്ച ഭൗതികശാസ്ത്രജ്ഞൻ. ദെൻ അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണാന്തര പ്രതിഫലനം അഥവാ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എൻഡോസ്കോപ്പി, CT സ്കാന്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിവയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. ഉത്തരം ഡി ആണ് വരുന്നത്. അതായത് എൻഡോസ്കോപ്പിയിലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലും, എൻഡോസ്കോപ്പി അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നീ രണ്ട് കാര്യങ്ങളിലും നമ്മൾ എന്താണ് ഉപയോഗിക്കാറുള്ളത്? പൂർണ്ണാന്തര പ്രതിപതനമാണ് ഉപയോഗിക്കാറുള്ളത്. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശബ്ദവേഗതയുടെ ആരോഹണ ക്രമത്തിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവ ഏതൊക്കെയാണ്? ശൂന്യതയ്ക്കാണ് ഏറ്റവും കുറവ് വേഗത, പിന്നെ വായുവിന്, പിന്നെ ജലത്തിന്, പിന്നെ ഗ്ലാസ്സിൽ. ശൂന്യതയിലാണ് ശബ്ദത്തിൻ്റെ വേഗതയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എയിൽ ശൂന്യതയിൽ ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറവും, വായുവിൽ കൂടുതലും, പിന്നെ അതിലും കൂടുതൽ ജലത്തിലും, അതിലും കൂടുതൽ ഗ്ലാസ്സിലും എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഉത്തരം അത് തന്നെയാണ് ശരി. നമുക്കറിയാം ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ബഹിരാകാശത്തൊക്കെ പോകുമ്പോൾ സ്യൂട്ടൊക്കെ ഇടേണ്ട ആവശ്യം വരുന്നത്. നമുക്ക് ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ദെൻ അതിനുശേഷം ശൂന്യതയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ കുറച്ചുകൂടി വേഗത ഉള്ളത്, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ വേഗത കുറച്ചുകൂടി കൂടുതലുള്ളത് വായുവിലാണ്. അതിലും കുറച്ചുകൂടി കൂടുതലാണ് ജലത്തിൽ. അതിലും കൂടുതലാണ് സോളിഡ് അഥവാ ഖരാവസ്ഥയിൽ. ഇവിടെ ഖരാവസ്ഥയ്ക്ക് ഉദാഹരണമാണ് ഗ്ലാസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ദെൻ ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത്? ഭൂമിയുടെ ഏത് ഭാഗത്താണ് ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ധ്രുവങ്ങൾ, കേന്ദ്രം, ഭൂമധ്യരേഖ. ഇതൊന്നുമല്ല എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഭൂമധ്യരേഖയിലായാലും ധ്രുവങ്ങളിൽ പോയാലും, നമ്മളിപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നാലും ധ്രുവങ്ങളിൽ പോയാലും പോളാർ റീജിയൻസിൽ പോയാലും നമുക്കൊരു ഭാരമുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് എന്തുണ്ടെന്നാണ്? ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട് തന്നെയാണ്. പക്ഷേ ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലം ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം വരുന്നത് സി ആണ്. ഭൂമിയുടെ കേന്ദ്ര ഭാഗത്ത് ഭൂഗുരുത്വ ആകർഷണ ബലം 0 അഥവാ 0 ആണ്, ഉണ്ടായിരിക്കുകയില്ല. ദെൻ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത്. ത്വരണം, ഉത്തരം ഇവിടെ ഡി ആണ് വരുന്നത്. അപ്പോൾ ത്വരണത്തിന് LT⁻², ആണ് ത്വരണത്തിൽ വരിക. ദെൻ ബലത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത് MLT⁻², ആണ് ബലം, MLT⁻². ദെൻ പ്രവൃത്തിക്ക് ML²T⁻², ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ആയിട്ട് വരിക. ദെൻ അടുത്ത ചോദ്യം, ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 2 സെക്കൻഡിനുള്ളിൽ കേട്ടു. ശബ്ദവേഗത 342 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. ഒരു ശബ്ദത്തിൻ്റെ പ്രതിധ്വനി 2 സെക്കൻഡിനുള്ളിൽ കേട്ടു. ശബ്ദവേഗത 342 മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ശബ്ദ സ്രോതസ്സും പ്രതിപതന തലവും തമ്മിലുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം 342 മീറ്റർ ആണ്. അതുകൊണ്ടാണ് 342 മീറ്റർ/സെക്കൻഡ് ആണ് ഉത്തരം. അതുകൊണ്ട് 342 മീറ്റർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ, അപ്പോൾ 2 സെക്കൻഡ് എടുക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് അവിടെ കിട്ടും. അടുത്ത് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം ഏത് എന്നാണ് ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങളിൽ വൈദ്യുതിയുടെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണം. ഓപ്ഷൻസ് ഫിലമെന്റ് ബൾബ്, വൈദ്യുത ഹീറ്റർ, മൈക്രോവേവ് ഓവൻ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മൈക്രോവേവ് ഓവൻ ആണ് ഇവിടെ വരുന്നത്. ഫിലമെന്റ് ബൾബ് ആയാലും വൈദ്യുത ഹീറ്റർ ആയാലും, ഫിലമെന്റ് ബൾബിൽ ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായി മാറുകയാണ്? താപോർജ്ജമായി മാറുകയാണ്. അങ്ങനെയാണ് പ്രകാശം കിട്ടുന്നത്. വൈദ്യുത ഹീറ്ററിലും ഈ സെയിം
കാര്യം തന്നെയാണ്. ഹീറ്ററിലെ കോയിൻ ചൂടാകുമ്പോഴാണ് വെള്ളം ചൂടാവുന്നത്. ദെൻ ഇസ്തിരിപ്പെട്ടിയിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മൈക്രോവേവ് ഓവനിൽ ഇതല്ല പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കാത്ത ഉപകരണത്തിൽ ഇവിടെ തന്നിരിക്കുകയാണെങ്കിൽ ഉത്തരം മൈക്രോവേവ് ഓവനാണ്. ദെൻ വെക്റ്റർ അഥവാ സദിശം അല്ലാത്തത് ഏത്? വെക്റ്റർ അളവ് അല്ലാത്തത് ഏത് അഥവാ സദിശ അളവ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം വേഗതയാണ്. സ്ഥാനാന്തരം, ആക്കം, ത്വരണം എന്നിവ സദിശ അളവാണ്. സ്ഥാനാന്തരം, ആക്കം, ത്വരണം എന്നിവ സദിശ അളവാണ്. വേഗതയാണ് സദിശമല്ലാത്തത് അഥവാ വെക്റ്റർ അല്ലാത്തത് വേഗതയാണ്, സ്പീഡ്. ദെൻ ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നത് സ്ഥാനാന്തരമാണോ, ഗതികോർജ്ജമാണോ, ത്വരണമാണോ, പ്രവേഗമാണോ? ഉത്തരം ത്വരണമാണ്. ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നത് ത്വരണമാണ്. സ്ഥാനാന്തരവും ഗതികോർജ്ജവും പ്രവേഗവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. പ്രസ്താവനകൾ പറയാം. AC-യെ DC ആക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ. റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡുകളല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം B ആണ് വരുന്നത്. ഇവിടെ ശരിയല്ലാത്തത് റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഡയോഡുകളല്ല എന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. AC-യെ DC ആക്കുന്ന ഉപകരണമാണ് റെക്ടിഫയർ എന്നത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം. മ്യൂച്വൽ ഇൻഡക്ഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം. ഓപ്ഷൻസ് ഇൻഡക്ടർ, ട്രാൻസ്ഫോമർ, LED, ചലിക്കും ചുരുൾ, ലൗഡ് സ്പീക്കർ എന്നിവയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചുള്ള സാധനമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അഥവാ പ്രവർത്തന തത്വമാണ് ഏത്? മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? കൂട്ടത്തിൽപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. എക്സ്കവേറ്റർ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോമീറ്റർ എന്നിവയാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഹൈഡ്രോമീറ്റർ ആണ് എന്തായിട്ടുള്ളത് കൂട്ടത്തിൽപ്പെടാത്തത്. എക്സ്കവേറ്റർ ആയാലും ഹൈഡ്രോളിക് ജാക്ക് ആയാലും ഹൈഡ്രോളിക് പ്രസ് ആയാലും ഒരേ തത്വത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഹൈഡ്രോമീറ്റർ മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത്. ദെൻ അടുത്ത ചോദ്യം, ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ്, കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട്, ആറ്റങ്ങൾക്കിടയിൽ അകലം കൂടുതലാണ്, അവയ്ക്ക് ഉയർന്ന ദ്രവണാങ്കമാണ്, അവയ്ക്ക് പ്രതിരോധം കൂടുതലാണ്. ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാണ് ആകുന്നതിന് കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഓപ്ഷൻ A ആണ് വരുന്നത്. സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ് ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാവാൻ കാരണം. നമുക്കറിയാം ഇലക്ട്രോണുകളുടെ മൂവ്മെൻ്റ് ആണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകൾ ഉണ്ടാകുമ്പോഴാണ് വൈദ്യുതിക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുക. ആറ്റങ്ങൾക്കിടയിൽ അകലം കൂടുതലാണെങ്കിൽ അവിടെ വൈദ്യുതിക്ക് ചലിക്കാൻ സാധിക്കുകയല്ല ചെയ്യുക. അതുപോലെ തന്നെ പ്രതിരോധം കൂടുതലാണെങ്കിൽ വൈദ്യുതിയുടെ നല്ല ചാലകങ്ങളാവില്ല. പ്രതിരോധം കുറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ലോഹങ്ങൾക്ക് പ്രതിരോധം കുറവാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A ആണ്. അവയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്നുള്ളതാണ് ലോഹങ്ങൾ നല്ല വൈദ്യുത ചാലകങ്ങളാവാനുള്ള കാരണം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. വളരെ കുറച്ച് ചോദ്യങ്ങളാണുള്ളത്, പക്ഷേ കുറച്ച് നല്ല ചോദ്യങ്ങൾ തന്നെയാണുള്ളത്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.